നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. വേൾഡ് കപ്പ് അടുത്ത് വരുന്നു. ആകെ 2 ആഴ്ച കഴിഞ്ഞ് വേൾഡ് കപ്പിനുള്ളൂ. വേൾഡ് കപ്പിൽ ഏറ്റുമുട്ടാൻ ആഗ്രഹിക്കുന്ന 4 ടീമുകൾ ഏതൊക്കെയാണ്? ബ്രസീലിയൻ സൂപ്പർ താരം വിനി ജൂനിയറോടാണ് ചോദ്യം. ബ്രസീൽ വേൾഡ് കപ്പിൽ ഏറ്റുമുട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന 4 ടീമുകൾ ഏതൊക്കെയാണ്? കാസി ടി വിക്ക് കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂവിലാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞത്. അദ്ദേഹം പറയുന്നു, ഫ്രാൻസ്, സ്പെയിന്, പോർച്ചുഗൽ, അർജൻറ്റീന. വാവ്! വമ്പന്മാരോട് മുട്ടാനാണ് താല്പര്യം എന്ന് വിനി പറയുന്നു. മുട്ടിയാൽ എന്താവും എന്നുള്ളത് വേറെ ചോദ്യം. പക്ഷേ അങ്ങ് നമുക്ക് അഞ്ചലോട്ടിയുടെ ബ്രസീലിനെ തള്ളാനൊന്നും പറ്റൂല. വിനി പക്ഷേ ഇത് പറയാൻ വേറെ കാരണമുണ്ട്. ഈ വേൾഡ് കപ്പ് മത്സരങ്ങൾ എന്ന് പറഞ്ഞാൽ എക്കാലത്തും നമ്മുടെ മനസ്സിൽ നിൽക്കുന്നതാണ്. കളിക്കാരുടെ കാര്യം പറയുന്നത്. ആ വേൾഡ് കപ്പ് കളിച്ച താരത്തിന് അത് എല്ലാ കാലത്തും വല്ലാത്തൊരു ഓർമ്മയായിരിക്കും. അത് ലോകത്തെ ഏറ്റവും മികച്ച ടീമുകളോടാണ് മുട്ടുന്നതെങ്കിലോ അത് മനസ്സിൽ നിന്ന് ഒരിക്കലും മായാത്ത മനോഹരമായൊരു ഓർമ്മയാവും. അതാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം ആളുകൾ ഇപ്പോൾ ഫേവററ്റുകളായിട്ട് ബ്രസീലിനെ കാണുന്നില്ല. അത് ഫ്രാൻസും അതുപോലെ സ്പെയിനും ഒക്കെയാണ് പലർക്കും ഫേവററ്റുകൾ. എന്നാൽ ഞങ്ങൾ കളിക്കാർക്കിടയിൽ ബ്രസീൽ ഇപ്പോഴും ഫേവററ്റ്സ് തന്നെയാണ് എന്നുകൂടി അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് നോക്കണം. അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തോട് ചോദിക്കുന്നു, ഏതൊക്കെ ടീമുകളോട് വേൾഡ് കപ്പിൽ ഏറ്റുമുട്ടണമെന്നാണ് ആഗ്രഹിക്കുന്നത്? 4 നാഷണൽ ടീംസ് വുഡ് ലൈക്ക് ടു ഫേസ് ഇൻ ദി വേൾഡ് കപ്പ് എന്ന് അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി അദ്ദേഹം പറയുന്നു, ഫ്രാൻസ്, സ്പെയിൻ, പോർച്ചുഗൽ, അർജൻറ്റീന എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ശക്തരായ ടീമാണ്. ഇവർക്കെതിരെയുള്ള മത്സരങ്ങളുണ്ടല്ലോ അത് സ്പെഷ്യലായിരിക്കും. നമ്മുടെ ജീവിതത്തിലെ കാലത്തും മനസ്സിൽ നിൽക്കുന്ന ഓർമ്മകളായിരിക്കും ആ മത്സരങ്ങൾ. സോ വേൾഡ് കപ്പിനെ കുറിച്ച് പറയുമ്പോൾ എല്ലാം വ്യത്യസ്തമാണ്. ബ്രസീലിലാണെങ്കിൽ അത് ഒന്നുകൂടി വ്യത്യസ്തമാണ്. കാരണം ഈ രാജ്യം ഫുട്ബോളിനോട് വല്ലാതെ പാഷനേറ്റ് ആയിട്ടുള്ളൊരു രാജ്യമാണ്. നമ്മൾ കുറേ കാലമായിട്ട് കിരീടങ്ങളൊന്നും ചൂടിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് ആളുകൾക്കിടയിൽ ഒരു ഡിസ്ട്രസ്റ്റ് ഉണ്ട്. ആളുകൾ ഇപ്പോൾ സ്ട്രീറ്റിൽ പെയിൻ്റ് അടിക്കുന്നു, എല്ലാവരും ഒരുമിച്ചിരുന്ന് കളി കാണാൻ വേണ്ടി പോകുന്നു. ഞാനും ഒരു ഫാൻ എന്ന രൂപത്തിൽ അതൊക്കെ ആസ്വദിച്ചിട്ടുള്ള ആളാണ്. ഇപ്പോൾ പ്ലെയർ എന്ന രൂപത്തിലും അത് ആസ്വദിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാനതൊരിക്കലും ഇമാജിൻ ചെയ്യാത്ത കാര്യമാണ് ഞാനിപ്പോൾ ആസ്വദിക്കുന്നത്. സോ തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വമ്പൻ ടീമുകളോട് കളിക്കണം, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ എല്ലാവരും ഫേവററ്റുകളായിട്ട് സ്പെയിന്, പോർച്ചുഗൽ, ഫ്രാൻസ് ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. ബ്രസീലിനെ പലരും അതിൽ ഉൾപ്പെടുത്തുന്നില്ല. പക്ഷേ ഞങ്ങൾ താരങ്ങൾക്കിടയിൽ ബ്രസീൽ ഫേവററ്റുകൾ തന്നെയാണ്. ഒരു പക്ഷേ ഇങ്ങനെ ആളുകൾ നമ്മളെ അങ്ങനെ ഫേവററ്റ്സ് ആയിട്ട് കാണാതിരിക്കാനുള്ള കാരണം ഒരു പ്രഷറായിരിക്കണം. നമ്മുടെ രാജ്യം എത്രത്തോളം ഫുട്ബോളിനെ സ്നേഹിക്കുന്നു, എത്രത്തോളം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു, അത് വെക്കുമ്പോൾ നമുക്കുള്ള താരങ്ങളുടെ മൂല്യം അത്ര അങ്ങ് തിരിച്ചറിയപ്പെടുന്നില്ല. ഞാൻ വിശ്വസിക്കുന്നത് ഈ വേൾഡ് കപ്പിൽ ഒരു എക്സലൻറ്റ് ജോബ് ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് എന്നുകൂടി വിനി ജൂനിയർ പറയുന്നു. വേൾഡ് കപ്പിൽ ബ്രസീലിൻ്റെ ഒരു കളി ശൈലി എങ്ങനെയായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹം പറയുന്ന മറുപടി, ഞങ്ങൾ നന്നായിട്ട് ഡിഫെൻഡ് ചെയ്യും, എന്നിട്ട് കൗണ്ടർ അറ്റാക്ക് നടത്തും. അതാണ് ഞങ്ങളോട് കോച്ച് ആവശ്യപ്പെടുന്നത്. സോ ഞങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ചായിരിക്കും ഞങ്ങൾ കാര്യങ്ങൾ ചെയ്യുക. കിരീടത്തിലേക്ക് എത്താൻ ഞങ്ങളെ കൊണ്ട് കഴിയും. സോ അത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഈ വേൾഡ് കപ്പിൽ. ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ഫോർ ദി വേൾഡ് കപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവസാനിപ്പിക്കുകയാണ്. അതായത് എക്സ്പീരിയൻസ്, ഇതുവരെ കിരീടങ്ങൾ നേരത്തെ ടീം ചൂടിയിട്ടുള്ളത്, ഇതെല്ലാം ഈ ഒരു വേൾഡ് കപ്പിൽ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. കൃത്യമായൊരു ശൈലി കോച്ച് ആവശ്യപ്പെടുന്നുണ്ട്. അതനുസരിച്ച് തന്നെ കളിക്കും എന്നുകൂടി വിനി ജൂനിയർ പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.